പഴുത്ത ചക്ക കൊണ്ടുള്ള കുറച്ച് ഐറ്റങ്ങളാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 ചക്കയോളം ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ചുളയെല്ലാം പറിച്ച് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് ഓരോ വീഡിയോയിൽ ഓരോന്നായി പറഞ്ഞു തരാം. ചക്കപ്പപ്പടം, ചക്കയപ്പം, ചക്കവട, ചക്കപ്പായസം, അങ്ങനെ പോകുന്നു ചക്ക വിഭവങ്ങൾ. 2 ചക്കയാണ് ഇങ്ങനൊരു ഷേപ്പിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നീളത്തിലാണ് കീറിയെടുത്തിട്ടുള്ളത്. ചക്കച്ചുളയുടെ ഒരു ചക്കച്ചുളയ്ക്ക് ഇത്രയും നീളമുണ്ട്. വലിയ ചക്കച്ചുളയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഈ അറ്റവും മുറിച്ച് കളഞ്ഞ ശേഷമാണ് ഇങ്ങനെ ചീന്തി എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ കൊണ്ടാട്ടത്തിനായിട്ട് അരിഞ്ഞെടുത്ത ചക്ക. ഇനി നമുക്ക് കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. എല്ലാ ചക്കയൊന്നും കൊണ്ടാട്ടത്തിന് പറ്റുകയില്ല. അതിന് പ്രത്യേക ഇങ്ങനെ പൊടിയുള്ള ചക്ക തന്നെ വേണം. ഞാനിപ്പോൾ ഇതൊരു മുറത്തിലേക്ക് കൊട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെയിലത്തിട്ട് ഉണക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. 1 മുറം ചക്കച്ചുളയാണ് ഇങ്ങനെ കീറിയെടുത്തിട്ടുള്ളത്. ഇതിൽ 1/4 പാത്രം വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അധികം വെള്ളം ഞാൻ ചേർത്താറില്ല. കാരണം ഇത് വേവിച്ച് ഊറ്റിയെടുക്കുമ്പോൾ വെള്ളത്തിൽ ഇതിൻ്റെ പോഷക ഘടകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം ഞാൻ ഈ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചക്ക കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് 1 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കൊണ്ടാട്ടത്തിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഏറാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി പോരെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. തിളച്ച് വരുന്ന സമയത്ത് ഒരു ചുളയെടുത്ത് കടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഉപ്പിൻ്റെ അളവ്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുകയും വേണം. പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചുളയാണ് ഈ ചക്കയ്ക്ക്. നല്ല സ്വർണത്തിൻ്റെ കളറാണ്. ഇത് നല്ല മൂത്ത് വരുമ്പോഴേ നമുക്ക് കൊണ്ടാട്ടത്തിനായി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്തിട്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാനും പറ്റും. അങ്ങനെ 2 ഭാഗവും കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഞാൻ ചക്ക കൂട്ടാൻ വയ്ക്കും. അപ്പോൾ ഇത് തിളച്ച് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഈ മുഴുവൻ ചക്കയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇളക്കൊന്നും വേണ്ട. അടച്ച് ഒരു 3 മിനിറ്റ് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ച് കൊടുക്കണം. ഈ അടച്ച് വെച്ച പ്ലേറ്റിൻ്റെ അരികത്തു കൂടെയൊക്കെ ഇങ്ങനെ ആവി പോകുന്ന സമയത്ത് നമ്മളിത് തുറക്കും. ഇപ്പോൾ ചക്ക വെന്ത് തുടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ 2 സൈഡും ഈ ഭാഗത്തും തുണി വെച്ചിട്ട് ഇതിങ്ങനെ മറിച്ച് കൊടുക്കണം. 2 കൈ കൊണ്ടും പിടിച്ച് മറിച്ച് കൊടുക്കണം. തീയൊന്ന് താത്തിയ ശേഷം താഴെ ഇറക്കി വെച്ച് വേണം അത് ചെയ്യാൻ. ഇപ്പോൾ ഇത് അടിഭാഗം മുകളിലേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും അടച്ചു വയ്ക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് ആവി കയറ്റി ഇങ്ങനെ എടുക്കാം. വെള്ളം ഇത് വെന്ത് കഴിയുമ്പോഴേക്കും വറ്റിയിട്ടുണ്ടാവും. കരിയാതെ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പ്രാവശ്യം ഇങ്ങനെ 5 മിനിറ്റ് നമ്മൾ ചെയ്ത ശേഷം പിന്നെ സമയത്തിൻ്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കണം. കരിയാതെ മറിച്ചുകൊണ്ടേയിരിക്കണം. ചക്ക നല്ല പോലെ വേവണം. വെന്തളിയാൻ പാടുകയും ഇല്ല. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആവി വന്നിട്ടുണ്ട് സൈഡിൽ കൂടിയൊക്കെ പ്ലേറ്റിൻ്റെ. ഞാൻ വീണ്ടും ഒരു തുണി വെച്ച് തുറക്കുകയാണ്. നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും തീയൊന്ന് കുറച്ച് താഴെ ഇറക്കി വെച്ച് മറിച്ച് കൊടുക്കാം. 12 മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങാനിടാം. തുണിയിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് തണുത്ത ശേഷം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഉണക്കാനിടാം. ഒന്നിനോടൊന്ന് ഒട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഓട്ടക്കൈയിലെടുത്ത് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചക്ക നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ അമർത്തിയ അതിൽ വെന്തതിൻ്റെ ഒരു പാകം നമുക്ക് മനസ്സിലാവും. ഇത് വെന്ത് കുഴയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് തന്നെ നിൽക്കണം. 5 മിനിറ്റ്
തിളപ്പിച്ച ശേഷം മറിച്ചിട്ട ശേഷം വീണ്ടും 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് കുടഞ്ഞു കൊടുത്താൽ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പാകത്തിലാണിത് ഉള്ളത്. നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കി നല്ലപോലെ ഉണക്കണം. 3 ദിവസമെങ്കിലും ഇത് ഉണക്കണം നല്ല വെയിലത്ത്. അതിനുശേഷം കുപ്പിയിലിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. മാത്രമല്ല മഴക്കാലം വരുമ്പോൾ നമുക്ക് ചക്കയുടെ ഒരു കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ചക്കക്കറി ഉണ്ടാക്കുകയും ചെയ്യാം. കൊണ്ടാട്ടത്തിനാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. ചക്കയുടെ അടുത്ത വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇത് നല്ല പോലെ 3-4 ദിവസം ഉണങ്ങിയ ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നല്ല പോലെ ആവി വരുമ്പോൾ വറുത്തെടുത്ത് സ്വാദോടുകൂടി കഴിക്കാം.